വാശിയേറിയ പ്രചരണത്തിനൊടുവിൽ തമിഴ്നാടും പശ്ചിമ ബംഗാളും പോളിംഗ് ബൂത്തിലാണിപ്പോൾ. തമിഴ്നാട്ടിലെ പല ബൂത്തുകളും വോട്ടർമാരുടെ നീണ്ട നിര രാവിലെ തന്നെ പ്രകടമാണ്. ബംഗാളിലും അത് തന്നെയാണ് കാഴ്ച. അപ്പോൾ നമ്മൾ സൂര്യഗാത്രയിലേക്ക് ഒന്ന് പോകാം. കടയനല്ലൂർ നിൽക്കുകയാണ് സൂര്യഗാത്രി. സൂര്യ, ഗുഡ് മോർണിംഗ്. അപ്പോൾ സൂര്യ ഒരിക്കലല്ല പലയാവർത്തി അവിടെ പോയതാണ്. അവിടെ പോയപ്പോഴൊക്കെ അങ്ങനെ കാര്യമായ ഫ്ലക്സോ കാര്യമായ പ്രചരണത്തിൻ്റെ ആവേശമോ കോലാഹലമോ ഒന്നും അവിടെ കണ്ടിരുന്നില്ല. അത് പിന്നെ അവിടുത്തെ പൊതുരീതി അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷേ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ എത്തുന്നില്ലേ സൂര്യ? ഗുഡ് മോർണിംഗ് ഹാഷ്മി, അസിത. അന്ന് പറഞ്ഞു വെച്ചത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണ ആവേശമൊന്നും കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും കൃത്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ് അന്ന് നമ്മൾ കണ്ടുമുട്ടിയത്. ഇന്നിപ്പോൾ വരുമ്പോഴും 6:30 മുതൽ തന്നെ ബൂത്തിന് പുറത്ത് കാത്തു നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ നീണ്ട നിര തന്നെയായിരുന്നു വോട്ട് രേഖപ്പെടുത്താനായിട്ട് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നത്. ഞാൻ നിൽക്കുന്നത് തെങ്കാശി ജില്ലയിലെ കടയനല്ലൂർ നിയമസഭാ മണ്ഡലത്തിലെ ബൂത്തിലാണ്. തെങ്കാശിയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ജില്ല തന്നെയാണ്. കാരണം 5 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 5 മണ്ഡലങ്ങളിലും കൃത്യമായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു വ്യക്തിയെയോ ഒരു മുന്നണിയെയോ വിജയിപ്പിക്കുന്ന രീതി അല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും തങ്ങൾക്ക് ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയും, വിജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഓരോ മുന്നണിയും ഓരോ സ്ഥാനാർത്ഥിയും പ്രചാരണത്തിന് ഇറങ്ങുന്നത്. 2019 തിരുനെൽവേലിയിൽ നിന്ന് വേർപ്പെടുത്തി തെങ്കാശി ജില്ല രൂപീകരിക്കുന്നു. അതിനുശേഷം 2021 ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. തെങ്കാശി ജില്ല രൂപീകരിച്ചതിന് ശേഷം ഇപ്പോൾ രണ്ടാമത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടി ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ്. അതിനെ വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് മുന്നണികൾ സ്വീകരിക്കുന്നത് എന്നതുകൂടി എടുത്തു പറയണം. ഈ 5 മണ്ഡലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും 2021 കണക്ക് നോക്കുകയാണെങ്കിൽ 70% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള ബൂത്തുകൾ തന്നെയാണ്. രാവിലെ മുതൽ തന്നെ ഈ നീണ്ട നിര കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളമാണ് അവർ ആ വോട്ടിങ്ങിനെ, ആ തെരഞ്ഞെടുപ്പിനെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നതെന്ന്. ഇതിൽ തെങ്കാശി മണ്ഡലത്തിൽ 77.68% പോളിംഗ് ആണ് 2021 രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വാസുദേവ നല്ലൂറാണ് മറ്റൊരു മണ്ഡലം. അവിടെ 76.66% പോളിംഗ് രേഖപ്പെടുത്തിയത്. മറ്റൊന്ന് ശങ്കരൻ കോവിലാണ്, സംവരണ മണ്ഡലമാണ്. അവിടെ 75.39% പോളിംഗ് ആണ് 2021 രേഖപ്പെടുത്തിയത്. മറ്റൊന്ന് ആലംകുളമാണ്. അവിടെ 80%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി. ഞാൻ ഇപ്പോൾ ഉള്ള കടയനല്ലൂർ മണ്ഡലത്തിലാകട്ടെ 70%-ലധികം പോളിംഗ് ആണ് 2021 രേഖപ്പെടുത്തിയത്. ഈ 5 നിയമസഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ADMK-യുടെ സിറ്റിംഗ് മണ്ഡലങ്ങളാണ്, 2 DMK-യുടെ സിറ്റിംഗ് സീറ്റാണ്. ഒന്ന് അത് കോൺഗ്രസിന്റെ ആണ് എന്നുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം പലതാണ്. ഓരോ തവണയും മാറി മറിഞ്ഞേക്കാവുന്ന സാഹചര്യമാണ് ഈ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉള്ളത്. നമ്മൾ പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന് ഈ ആളുകളുടെ ഒക്കെ പ്രതികരണം തേടുമ്പോഴും DMK-യും അണ്ണാ DMK-യും തമ്മിലാണ് മത്സരം എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. തെങ്കാശി മണ്ഡലം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെയും DMK പ്രാമുഖ്യമുണ്ട് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. TVK യാതൊരു തരത്തിലുള്ള ഒരു ഇടപെടലും ഈ മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ആളുകളുടെ ഒക്കെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയെ സംബന്ധിച്ചിടത്തോളം വിജയ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴും വിജയ് ഒരു നടനപ്പുറം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറിയിട്ടില്ല, അങ്ങനെ തങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു തെങ്കാശി ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരുടെ അഭിപ്രായം. മറ്റൊന്ന് വലിയ ഒരു വോട്ട് ബാങ്ക്, ബഹുതല വോട്ട് ബാങ്ക് എന്ന് പറയാൻ കഴിയുന്ന ഒരു ജില്ല കൂടിയാണ് തെങ്കാശി എന്നുള്ളതാണ്. അതായത് കർഷകർ, വ്യാപാരികൾ, മതസ്ഥാപനങ്ങൾ, സർക്കാർ ജീവനക്കാർ എന്നിവരടങ്ങുന്ന ഒരു ബഹുതല വോട്ട് ബാങ്ക് തന്നെയാണ് ഈ നിൽക്കുന്ന. മുസ്ലിം ഭൂരിപക്ഷത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഞാൻ നിൽക്കുന്ന ഈ കടയനല്ലൂർ മണ്ഡലം. മുസ്ലിം ഭൂരിപക്ഷം അവർ വിജയെ നിർണ്ണയിക്കും എന്നുള്ളതാണ് സാധാരണഗതിയിൽ പറയാറ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിലൊക്കെ വലിയ തരത്തിലുള്ള പ്രചാരണം നടത്താൻ സ്ഥാനാർത്ഥികളും വോട്ടർമാരും ഒക്കെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും വലിയ നിയന്ത്രണങ്ങളോടെയാണ് ഈ വോട്ടിംഗ് നടക്കുന്നത് എന്നതുകൂടി എടുത്തു പറയണം. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കാണാത്ത തരത്തിലുള്ള വലിയ നിയന്ത്രണങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 100 മീറ്റർ അകലെ വാഹനങ്ങൾ വെച്ചതിന് ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ കൊണ്ട് ബൂത്തിനകത്തേക്ക് പ്രവേശനമില്ല. പ്രശ്നബാധിത മേഖലകൾ അത് കേന്ദ്രസേനയുടെ മുഴുവൻ സംരക്ഷണത്തിൽ അല്ലെങ്കിൽ സുരക്ഷിതത്തിലാണ് അവിടെ ഈ വോട്ടിംഗ് നടക്കുന്നത്. അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ക്രമക്കേടും പാകപ്പിഴകളും സംഭവിക്കാത്ത രീതിയിൽ വോട്ടിംഗ് പൂർണ്ണമായിട്ടും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത്തരത്തിലാണ് ഇവിടെ ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, അസിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.